ആ വെള്ളിയാഴ്ച ദിവസം എനിക്ക് വേണ്ടി സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, തീർച്ചയായും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ അത് മഅറൂദത്തുൻ അലയ്യ, എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നാം ചോദിക്കുന്ന സ്വലാത്ത് സലാമുകൾ അവിടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുക, വെളിവാക്കപ്പെടുക എന്നുള്ളത് തികച്ചും അദൃശ്യമായ ഒരു കാര്യമാണ്. ഗൈബിയായ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലല്ലാതെ അതിനെക്കുറിച്ച് അതിൻ്റെ രൂപങ്ങളോ ഭാവങ്ങളോ പറയുവാൻ നമുക്ക് സാധ്യമല്ല. ഏതായാലും ഈ ഒരു പ്രത്യേകത വെള്ളിയാഴ്ചയിലെ സ്വലാത്തിനുണ്ട്. അത് രാവും ചൊല്ലണം, പകലും ചൊല്ലണം, രണ്ടു നേരവും. അഥവാ പകൽ മാത്രമല്ല ആ സ്വലാത്തിന്റെ മഹത്വമുള്ളത്. അവിടുന്ന് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അക്സിറു അലയ്യ സ്വലാഹ് യൗമൽ ജുമുഅ വലൈലത്തൽ ജുമുഅ മൻ സ്വല്ലാ ഫമൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുവീൻ, വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവിലും. വ്യാഴാഴ്ച അസ്തമിച്ച് കഴിയുന്നതോടുകൂടി വെള്ളിയാഴ്ചയുടെ രാവ് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ച അസ്തമിച്ചത് മുതൽ നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മഹത്വമുണ്ട്. അത് അധികരിപ്പിക്കേണ്ട പ്രാധാന്യവും കൂടി നബിതങ്ങൾ പറയുന്നത് നാം ഇതിനോട് ചേർത്ത് വായിക്കുക. ഫമൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ അള്ളാഹുവിനോട് സ്വലാത്തിനെ ചോദിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അള്ളാഹു അവന് അത് കാരണമായി 10 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്, ഗുണം ചെയ്തു കൊടുക്കുന്നതാണ്, അനുഗ്രഹം ചൊരിയുന്നതാണ് എന്ന്. ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ചകളെ അശ്രദ്ധമാക്കരുത്. ഏത് കാലത്തും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. വെള്ളിയാഴ്ചയാകുമ്പോൾ അത് കൂടുതൽ ചെയ്യണം. ഇത്ര എണ്ണം എന്നൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് നമുക്ക് എത്ര അധികരിപ്പിക്കാനാകുമോ അത്രയും അധികരിപ്പിക്കുന്നത് നമുക്ക് ഗുണമാണ്. റബ്ബിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ അത് കാരണമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.